തോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രാജീവനും ശിവശങ്കരനും ചേർന്നുകൊണ്ട് തന്നെ അലീനയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം പിന്നീട് സംഭവ ബഹുലമായ മുഹൂർത്തങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. അലീനയെ കാണാതായ നിർണായക നിമിഷത്തിൽ കറക്റ്റ് സമയത്ത് തന്നെ ഒരു രക്ഷകനെ പോലെ മനു അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മനു കറക്റ്റ് സമയത്ത് അങ്ങോട്ടേക്ക് അലീനയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, അവരുടെ ക്രൂരമായ കയ്യിൽ നിന്നും അലീനയെ രക്ഷിച്ച് നേരെ കടപ്പാട്ടൂര് തറവാട്ടിലേക്ക് മനു കൂട്ടിക്കൊണ്ടുപോയി. ആ പോകുന്ന വഴി മനു രാജീവിനോടും ശിവശങ്കറിനോടും ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെയാണ് സംസാരിക്കുന്നത്. സ്വന്തം അച്ഛനാണെന്നോ കൊച്ചച്ഛനാണെന്നോ ഉള്ള പരിഗണന പോലും മനു അവരോടൊന്നും കാണിക്കുന്നില്ല. ഈ ചെയ്ത പാതകത്തിന് നിങ്ങൾ എന്തായാലും ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ എന്നും അങ്കിൾ എടുക്കുന്ന ഏത് കടുത്ത തീരുമാനമാണെങ്കിലും ഞാനും അവരുടെ കൂടെ തന്നെ നിൽക്കുമെന്നും മനു തുറന്നടിച്ചു പറഞ്ഞു. അലീനയോട് നിങ്ങൾ ചെയ്തത് ഒട്ടും തന്നെ ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് മനു ആവർത്തിച്ച് പറയുന്നുണ്ട്. അവർ പല ന്യായങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും മനു ശിവശങ്കരനും രാജീവനും ചേർന്നുകൊണ്ട് തന്നെ പല ന്യായങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും മനു അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. അലീന ആകെ തകർന്നു പോയെങ്കിലും അവർക്ക് നല്ല ചുട്ട മറുപടി തന്നെ കൊടുത്തു. ഞാൻ നിങ്ങളോട് യാതൊരുവിധ ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പം നിങ്ങൾ എന്നോട് ഈ കാണിച്ച ക്രൂരതയ്ക്ക് കാലം സാക്ഷി നൽകുമെന്നും എന്നോട് മാപ്പ് ചോദിക്കാൻ നിങ്ങൾ എല്ലാവരും ഓടി വരുന്ന ഒരു ദിവസം വരുമെന്നും അലീന കണ്ണീരോടെ തന്നെ പറയുന്നുണ്ട്. മനുവും അത് ശരിവെച്ചു. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ആ പുന്നാര പെങ്ങളുണ്ടല്ലോ വൈജയന്തി ആൻറ്റി ആയിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ തകരാൻ പോകുന്നത് എന്നാണ് മനു അവരോട് പറയുന്നത്. പക്ഷേ ഇവർക്ക് ഇതൊന്നും തന്നെ കേട്ടിട്ട് ഒരു കാര്യവുമില്ല. അലീനയുടെ മനുവിൻ്റെ വാക്കുകളൊന്നും കേട്ടിട്ട് ഇവർക്ക് ഇതെന്താന്ന് പോലും പിടികിട്ടുന്നില്ല. വൈജയന്തിയുടെ കുഞ്ഞ് പണ്ട് മരിച്ചുപോയി എന്നാണല്ലോ അവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്. ബാലചന്ദ്രൻ വഴിയാണ് ഗംഗാധരൻ സത്യങ്ങളെല്ലാം അറിഞ്ഞത്. അലീനയുടെ പ്രായവും സാഹചര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഗംഗാധരൻ കാര്യങ്ങൾ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് എങ്കിലും രാജീവനും ശിവശങ്കരനും ഇതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ബാലചന്ദ്രന് സത്യം അറിയാമെന്നോ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള സൂചനയൊന്നുപോലും ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും അലീനയെ ഒരു ശത്രുവായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ അലീനയും കൂട്ടി മനു കടപ്പാട്ടൂര് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവിടെ ബാലചന്ദ്രനും കൃഷ്ണമോളും ആകെ പരിഭ്രമിച്ച് നിൽക്കുകയായിരുന്നു. പോലീസിൽ പരാതിപ്പെടാൻ അവർ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് മനുവിൻ്റെ കൂടെ തന്നെ അലീന മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത്. അലീനയെ കണ്ടപ്പോൾ ഒരുപാടധികം സന്തോഷമാവാണ് ബാലചന്ദ്രനെ. മോളെ, നീ എവിടെയായിരുന്നു? ഞങ്ങൾ എന്തുമാത്രം പേടിച്ചു പോയെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അലീനയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നാൽ നടന്ന സംഭവങ്ങളൊന്നും തന്നെ ഇപ്പോൾ ബാലചന്ദ്രനോട് പറയേണ്ട എന്നും ബാലചന്ദ്രൻ അത് കേട്ടാൽ വിഷമിക്കുമെന്നുമൊക്കെ അലീന മനുവിനോട് രഹസ്യമായി തന്നെ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും മനു അതിനൊന്നും തന്നെ സമ്മതിച്ചില്ല. സത്യങ്ങൾ മൂടിവെച്ചാൽ അവർ ഇനിയും തന്നെ ദ്രോഹിക്കുമെന്ന് മനുവിന് ഉറപ്പായിരുന്നു. അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അച്ഛന് കൂടുതൽ ടെൻഷനാകുമോ എന്ന് അലീന പേടിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് തക്ക മറുപടി കൊടുത്തില്ല എങ്കിൽ അവർ ഇനിയും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാക്കുമെന്ന് മനു അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ വീടിനുള്ളിലെത്തിയപ്പോൾ ബാലചന്ദ്രൻ ആകാംക്ഷയോടെ കാര്യം ചോദിച്ചു. അലീനയോട് പെട്ടെന്ന് തന്നെ പോയി ഫ്രഷായിട്ട് വരാൻ പറഞ്ഞിട്ട് മനു ബാലചന്ദ്രനെ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ വിവരിക്കാൻ തുടങ്ങി. കൃഷ്ണമോളോട് ചേച്ചിക്ക് കൊടുക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞ് അങ്ങോട്ടേക്ക് അവിടെ നിന്നും പറഞ്ഞു വിട്ടു. അങ്ങനെ മനു എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രനോട് തുറന്നു പറയാണ്. അങ്കിൾ, അലീനയെ ആരോ തട്ടിക്കൊണ്ടുപോയതായിരുന്നു എന്ന് മനു പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ആകെ സ്തംഭിച്ചു പോയി. ആര്, എന്തിനെ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അത് മറ്റാരുമല്ല, എൻ്റെ അച്ഛനും കൊച്ചച്ഛനും പിന്നെ അങ്കിളുടെ സ്വന്തം മകനും കൂടിയിട്ടായിരുന്നു ഇത് എന്ന കാര്യം മനു വെളിപ്പെടുത്തി. മനു കറക്റ്റ് സമയത്ത് അവിടെ എത്തിയതുകൊണ്ട് മാത്രമാണ് അലീനെ ഇപ്പോൾ ജീവനോടെ രക്ഷിക്കാൻ പറ്റിയത് എന്നും അല്ലെങ്കിൽ അവർ അവളെ നാടുകടത്തിയേനെ എന്നും പറയും. എന്നാൽ ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രന് ഒട്ടും തന്നെ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മോൾ അലീന നഷ്ടപ്പെടുന്നതിനെ പറ്റിയിട്ട് ബാലചന്ദ്രനൊന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. മനു പറയുന്നുണ്ട്, ആൻറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു സാഹചര്യം അവർ മുതലെടുക്കാൻ നോക്കുകയായിരുന്നെങ്കിൽ. ഇതൊക്കെ കേട്ടതോടുകൂടി തന്നെ ബാലചന്ദ്രൻ്റെ ഉള്ളിലെ നിയന്ത്രണം വിട്ടു. ഇത്രയും കാലം ക്ഷമിച്ചത് തെറ്റായി പോയി എന്നും തൻ്റെ മോളോട് കാണിച്ച ഈ ഒരു ക്രൂരതയ്ക്ക് അവരെ നിയമത്തിന് മുന്നിൽ തന്നെ എത്തിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മനു അത്രക്കും വേണോ എന്ന് ചോദിച്ചുവെങ്കിലും ബാലചന്ദ്രൻ വിട്ടുവീഴ്ചക്കൊന്നും തന്നെ തയ്യാറല്ല. അവർ അലീനയെ ഒരുപാടധികം ഉപദ്രവിച്ചിട്ടുണ്ട്, അതിനുള്ള ശിക്ഷ കിട്ടിയേ പറ്റൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് അലീനയെ വിളിച്ച് നാളെ നീ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് അദ്ദേഹം കൽപ്പിച്ചു. എന്തിനാണച്ചാ പോലീസ് കേസ് എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ നിന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ അവിടെ വെറുതെ ഇരുന്നാലൊന്നും അത് ശരിയാവില്ലെന്ന് അദ്ദേഹം ദേഷ്യപ്പെട്ട് പറഞ്ഞു. അവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാകുമെന്ന് അലീന ന്യായീകരിക്കാൻ നോക്കിയെങ്കിലും ബാലചന്ദ്രൻ അത് കേട്ടില്ല. നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ, ഇതെൻ്റെ വാക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മനുവും ഒടുവിൽ ബാലചന്ദ്രൻ്റെ തീരുമാനത്തിനൊപ്പം തന്നെ നിന്നു. കുടുംബത്തിൽ നാണക്കേടാവില്ലേ എന്ന് ചിന്തിച്ചുവെങ്കിലും അലീനയുടെ സുരക്ഷയ്ക്കായി ഇത് അനിവാര്യമാണെന്ന് എല്ലാവർക്കും തോന്നി. അലീനയ്ക്ക് മനസ്സിന് വല്ലാത്ത ഭാരം തോന്നിയിരുന്നു. രാത്രിയിൽ മനു അവളെ വിളിച്ച് ആശ്വസിപ്പിച്ചു. മനുവിൻ്റെ അനുജൻ ഹരി തന്നെ തല്ലേ കാര്യം അലീന പറഞ്ഞപ്പോൾ മനുവിന് വല്ലാത്ത ദേഷ്യം വന്നു.
അവനുള്ളത് ഞാൻ കൊടുത്തോളാം, നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവുമെന്നും മനു അവൾക്ക് ഉറപ്പു നൽകി. അലീനയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മനു അലീനയോട് സംസാരിക്കുന്നത് കണ്ട് കൃഷ്ണമോൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു. അവർ രണ്ടുപേരും സ്വർഗത്തിൽ വെച്ച് നിശ്ചയിക്കപ്പെട്ട ജോഡികളാണെന്ന് കൃഷ്ണമോൾ മനസ്സിലുറപ്പിച്ചു. പിന്നീട് മുത്തശ്ശിയുടെ മുറിയിൽ കിടക്കാൻ പോകുമ്പോൾ കൃഷ്ണമോൾ അലീനയെ കളിയാക്കാൻ തുടങ്ങി. മനുവേട്ടന് അലീന ചേച്ചിയെ ഒരുപാടധികം ഇഷ്ടമാണല്ലേ എന്ന് കൃഷ്ണമോൾ ചോദിക്കുമ്പോൾ അലീന നാണത്തോടെ ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷേ കൃഷ്ണമോൾ വിട്ടുകൊടുത്തില്ല. നിങ്ങൾ ശരിക്കും മേഡ് ഫോർ ഈച്ച് അതർ ആണെന്നും പറഞ്ഞ് അവൾ കളിയാക്കി. അലീനയുടെ മുഖത്തെ ആ ഒരു നാണമെല്ലാം തന്നെ എല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ രാജീവനും ശിവശങ്കരനും ഹോസ്പിറ്റലിലേക്ക് എത്തി. ബാലചന്ദ്രൻ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ എന്ന ഭയം അവരുടെ രണ്ടുപേരുടെയും ഉള്ളിലുണ്ട്. അവിടെയുള്ള ഗോവർദ്ധനൻ അവരെ കാണുമ്പോൾ തന്നെ കളിയാക്കാൻ തുടങ്ങി. ബാലചന്ദ്രൻ എത്തിയോ എന്ന് അവരന്വേഷിക്കുമ്പോൾ അയാൾ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾ ഹോട്ടലിൽ റെസ്റ്റ് എടുക്കാനല്ലേ മെയിൻ പരിപാടിയെന്നും ഗോവർദ്ധനൻ ചോദിച്ചു. അവരുടെ ഉള്ളിലെ തീ അപ്പോൾ തന്നെ കൂടി വന്നു. അപ്പോഴാണ് ബാലചന്ദ്രൻ അലീനയും കൂട്ടിക്കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ബാലചന്ദ്രൻ്റെ നടപ്പിലും ഭാവത്തിലും വല്ലാത്തൊരു ദേഷ്യമുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവർക്ക് പിന്നാലെ 2 പോലീസുകാർ വരുന്നതവർ കണ്ടത്. രാജീവനും ശിവശങ്കരനും ആകെ പേടിച്ചുപോയി. ബാലചന്ദ്രൻ പോലീസുകാരനോട് അലീനയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. സർ, ഇവളോട് ചോദിച്ചു നോക്കൂ എന്താണ് നടന്നത് എന്ന്. ഇവളെ കിഡ്നാപ്പ് ചെയ്തത് ആരാണെന്ന് ഇവൾ പറയും. അലീന നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓരോന്നോരോന്നായി വിവരിക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഒരു ഓട്ടോക്കാരൻ വഴി തന്നെ ചതിച്ചു എന്നും പിന്നീട് ഒരു കാറിൽ കയറ്റി തടങ്കലിൽ പാർപ്പിച്ചു എന്നും എല്ലാം അവൾ തുറന്നു പറഞ്ഞു. ഇത് കേട്ട് ഗോവർദ്ധനനും മനുവും സുലോചനയും എല്ലാവരും ആകെ ഞെട്ടിപ്പോയി. പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് വലിയ കേസാകുമെന്നും നിങ്ങളുടെ വിദേശയാത്രകൾ ഇനി ഒരിക്കലും നടക്കില്ല എന്നും പോലീസുകാരവർക്ക് താക്കീത് നൽകി. അങ്ങനെ ആ ഒരു വലിയ ബഹളത്തിനിടയിലേക്കാണ് ഗംഗാധരൻ വരുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയ ഗംഗാധരൻ മുന്നോട്ട് വന്നു രാജീവിനെ ആഞ്ഞൊരടി അങ്ങ് കൊടുത്തു. അടി കിട്ടിയ രാജീവൻ ആകെ തല കറങ്ങുന്നത് പോലെ നിന്നുപോയി. എൻ്റെ കൺമുന്നിൽ ഇരുന്നു കൊണ്ട് തന്നെ ഗുണ്ടായിസം കാണിക്കാൻ നോക്കരുതെന്ന് ഗംഗാധരൻ അലറിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ് എന്നും അലീനയോടും ബാലചന്ദ്രനോടും ഉടനെ തന്നെ മാപ്പ് ചോദിക്കണമെന്നും ഗംഗാധരൻ അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു. ശിവശങ്കരൻ തർക്കിക്കാൻ നോക്കിയെങ്കിലും ഗംഗാധരൻ വഴങ്ങിയില്ല. മനുവും ബാലചന്ദ്രനും ഗംഗാധരൻ്റെ ഈ ഒരു മാറ്റം കണ്ട് അതിശയിച്ചു. ഒടുവിൽ ഗംഗാധരൻ്റെ നിർബന്ധത്തിന് വഴങ്ങി രാജീവനും ശിവശങ്കരനും അലീനയോടും ബാലചന്ദ്രനോടും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മാപ്പപേക്ഷിച്ചു. പക്ഷേ ബാലചന്ദ്രൻ വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. ഗംഗാധരൻ കാല് പിടിച്ച് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ ഒരു തവണത്തേക്ക് ബാലചന്ദ്രൻ പരാതി പിൻവലിക്കാൻ തയ്യാറായത്. അലീനയും പരാതിയില്ല എന്ന് പോലീസിനോട് പറഞ്ഞു. പിന്നീട് ഗംഗാധരൻ ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് രാജീവൻ ദേഷ്യപ്പെട്ടപ്പോൾ ഗംഗാധരൻ ചിരിച്ചു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങളെന്നും അലീന വെറും ഒരു പെൺകുട്ടിയല്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ബാലചന്ദ്രൻ്റെ മകളല്ല അവൾ, മറിച്ച് 23 വർഷങ്ങൾക്ക് മുൻപ് വൈജയന്തി പ്രസവിച്ച വൈജയന്തിയുടെ സ്വന്തം രക്തം, വൈജയന്തിയുടെ സ്വന്തം മകളാണ് അലീന എന്ന സത്യം ഗംഗാധരൻ പറഞ്ഞതോടുകൂടി തന്നെ ശിവശങ്കരനും രാജീവനും അക്ഷരാർത്ഥത്തിൽ ആകെ തകർന്നുപോയി. ഗംഗാധരൻ്റെ ആ വെളിപ്പെടുത്തൽ കേട്ട് രാജീവനും ശിവശങ്കരനും ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ നിന്നു. തങ്ങൾ ഇത്രയും കാലം വേട്ടയാടിയതും നാട് കടത്താൻ നോക്കിയതും എന്തിന് അടിക്കാൻ കയ്യോങ്ങിയതും സ്വന്തം പെങ്ങളുടെ ചോരയാണല്ലോ എന്ന സത്യം അവരെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. രാജീവൻ തകർന്ന് കസേരയിലേക്ക് ഇരുന്നു പോയി. ശിവശങ്കരനാണെങ്കിൽ ഗംഗാധരൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. കടപ്പാട്ടൂർ വീട്ടിലാണെങ്കിൽ അന്ന് രാത്രി ആരും തന്നെ ഉറങ്ങിയില്ല. ബാലചന്ദ്രൻ ഓരോ കാര്യങ്ങളും ആലോചിച്ച് വരാന്തയിൽ തന്നെ ഇരിക്കുകയാണ്. അലീന മെല്ലെ അങ്ങോട്ടേക്ക് ചെന്ന് വിളിക്കുന്നുണ്ട്. അച്ഛൻ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാം അവസാനിച്ചില്ലേ? അലീനയുടെ ചോദ്യം കേട്ട് ബാലചന്ദ്രൻ ഒന്ന് ചിരിച്ചു. ഇല്ല മോളെ, ഇത് വെറും തുടക്കം മാത്രമാണ്. വൈജയന്തിയുടെ മുന്നിൽ നിന്റെ എല്ലാവിധ അവകാശങ്ങളോടുകൂടെ നിർത്തുന്നതുവരെ എനിക്കിനി വിശ്രമമില്ല. ബാലചന്ദ്രൻ്റെ വാക്കുകളിൽ ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ഒരു വലിയ നാടകം തന്നെ അരങ്ങേറി. വൈജയന്തിക്ക് ബോധം വീണു എന്ന വാർത്ത അറിഞ്ഞ് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്തി. രാജീവനും ശിവശങ്കരനും ഗംഗാധരമേനോനും വാതിലിന് പുറത്തു തന്നെ നിൽക്കുകയാണ്. അലീന മെല്ലെ റൂമിനുള്ളിലേക്ക് കയറി. വൈജയന്തി കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് അലീനയായിരുന്നു. ആ കണ്ണുകളിൽ പണ്ടുണ്ടായിരുന്ന ദേഷ്യമോ വെറുപ്പോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പകരം എന്തോ ഒരു തിരിച്ചറിവ് വന്നതുപോലെ അവർ അലീനയുടെ കയ്യിൽ മെല്ലെ പിടിച്ചു. നീ എന്താ ഇവിടെ? വൈജയന്തി തളർന്ന സ്വരത്തിൽ ചോദിച്ചു. അപ്പോഴാണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അദ്ദേഹം ഗംഗാധരനെ ഉള്ളിലേക്ക് വിളിച്ചു. രാജീവനും ശിവശങ്കരനും ഭയത്തോടു കൂടി തന്നെ പിന്നാലെ കൂടി. ബാലചന്ദ്രൻ വൈജയന്തിയുടെ അരികിലിരുന്ന് കൊണ്ട് തന്നെ ശാന്തമായി പറഞ്ഞു. വൈജയന്തി, നീ ഒരുപാട് തിരഞ്ഞിരുന്ന ആ മകൾ, നിന്റെ സ്വന്തം രക്തം, ഇത് ഇപ്പം നിന്റെ മുന്നിൽ നിൽക്കുന്ന അലീനയാണ് എന്ന് പറയും.
എന്നാൽ അത് പറഞ്ഞതോടുകൂടി തന്നെ റൂമിലാകെ നിശബ്ദത പടർന്നു. വൈജയന്തി അവിശ്വസനീയതയോടെ അലീനയെ നോക്കി. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. രാജീവനും ശിവശങ്കരനും എന്ത് പറയണമെന്നറിയാതെ തല കുനിച്ചു നിന്നു. വൈജയന്തി മെല്ലെ കൈ നീട്ടി അലീനയെ അടുത്തേക്ക് വിളിച്ചു. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന ആ മാതൃത്വം ഒരു നീർച്ചാലായി പുറത്തേക്ക് വന്നു. അവർ അലീനയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇത്രയും കാലം താൻ ദ്രോഹിച്ച പെൺകുട്ടി സ്വന്തം മകളാണെന്ന സത്യം അവരെ തകർത്ത് കളഞ്ഞു. ഗംഗാധരൻ രാജീവിനെയും ശിവശങ്കരനെയും രൂക്ഷമായി നോക്കി. അവർക്ക് അലീനയോട് മാപ്പ് ചോദിക്കാൻ പോലും വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. മനു പുറത്തുനിന്ന് ഇതെല്ലാം തന്നെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. തൻ്റെ കുടുംബം ഒന്നായതിലുള്ള സന്തോഷം അവൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. കൃഷ്ണമോളും അവിടേക്കെത്തി. അലീന തൻ്റെ മുറപ്പെണ്ണാണ് എന്നറിഞ്ഞതോടുകൂടി തന്നെ മനുവിൻ്റെ മനസ്സിൽ അലീനയോടുള്ള ഇഷ്ടം കൂടി. അലീനയുടെയും മനുവിൻ്റെയും വിവാഹം ഈ തറവാട്ടിൽ വെച്ച് തന്നെ നടത്തണമെന്ന് ബാലചന്ദ്രൻ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. അതോടുകൂടി തന്നെ ശത്രുതയുടെയും പകയുടെയും അധ്യായം അവിടെ അങ്ങ് അവസാനിക്കുകയാണ്. സ്നേഹത്തിൻ്റെ പുതിയൊരു കാലം തുടങ്ങിവെക്കും. ഇതൊരു ശുഭപര്യവസായമായിരുന്നു എങ്കിലും ഇനിയും വൈജയന്തിയുടെ ഭൂതകാല ചില രഹസ്യങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. അതൊക്കെ ഇനി ക്ലൈമാക്സ് രംഗത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.